Dear students, what is the primary sign of lung cancer? Options: cough, hemodialysis, dyspnea, hypoxia. നിരവധി പേർ റൈറ്റ് ആൻസർ എഴുതിയിട്ടുണ്ട്. എനിവേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ എക്സാമിനേഷനുമായിട്ടും ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് 1 or 2 ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണം. എന്ന് പറയുമ്പോൾ എല്ലാ ഡിസീസ് കണ്ടീഷൻ്റെയും പ്രൈമറി സയൻസ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. സംശയമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ധാരണ കൃത്യമായിട്ട് കിട്ടും. ചില ഏരിയയിൽ നിന്ന് മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലാസിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മെഡിക്കൽ സിൻഡ്രോം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇയേഴ്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തും. ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. എനിവേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറിറ്റബിൾ കഫ് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കഫ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് റൈറ്റ് ആൻസറായിട്ട് എഴുതണം. ദെൻ ഇതേ സ്ഥാനത്ത് CA ലാരിങ്സ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്കിൽ ഹോർസ്നെസ് ഓഫ് വോയിസ് എന്നുള്ളതാണ്. വോയിസ് ചേഞ്ച് ആണ് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ദെൻ CA ബ്ലാഡർ ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് പെയിൻലെസ് ഹെമച്ചൂരിയാണ്, അത് പെയിൻലെസ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ദെൻ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് സൈൻ എന്താണെന്ന്. അതിൻ്റെ റൈറ്റ് ആൻസർ ചെറി റെഡ് ഫേസ് എന്നുള്ളതാണ്. ഫേസ് ചെറിപ്പഴം പോലെ ചുവന്ന് തുടുക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. ഇതേപോലെ സ്ട്രോബെറി ടങ് കണ്ടുവരുന്നത്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സംഭവമാണ് കാവസാക്കി ഡിസീസാണ്. അതേസമയം ടങ്ങിൽ തന്നെ ബീഫി റെഡ് സോർ എന്ന് പറയുമ്പോൾ സോറാണ് ഉണ്ടാകുന്നത്. അത് വലിയൊരു ലീഷനായിട്ട് നിൽക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നതെങ്കിൽ അത് മെഗലോബ്ലാസ്റ്റിക് അനീമിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഈ സ്ട്രോബെറി ടങ് എന്ന് പറഞ്ഞു, നമ്മളത് ഏകദേശം റെഡിഷ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി, കാവസാക്കി ഡിസീസിലാണെന്നും മനസ്സിലാക്കി. പക്ഷേ ഇതേ സംഭവം വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. വൈറ്റ് സ്ട്രോബെറി ടങ് കണ്ടുവരുന്നത് ഏത് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടാണ്? അത് സ്കാർലറ്റ് ഫീവർ ആണ്. അതേപോലെ പൾമണറി എഡിമയുടെ ഫസ്റ്റ് സൈൻ ചോദിച്ചിട്ടുണ്ട്, അത് ഫ്രോത്തി സ്പ്യൂട്ടമാണ്. പൈലോറി സ്റ്റീനോസിസിൻ്റെ ഫസ്റ്റ് സൈൻ ചോദിച്ചിട്ടുണ്ട്, അത് പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആണ്. റേബിസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ഹൈഡ്രോഫോബിയാണ്. ദെൻ SLE ആയിട്ട് ബന്ധപ്പെട്ടുള്ള സൈൻ, ഫസ്റ്റ് സൈൻ നിങ്ങൾക്കറിയാം, ബട്ടർഫ്ലൈ റാഷാണ്. ദെൻ ടൈഫോയിഡ് ഫീവർ. എല്ലാ ഡയറിയൽ ഡിസീസും ടൈഫോയിഡ് ആകില്ല. ഡയറിയൽ ഡിസീസിൻ്റെ കൂട്ടത്തിൽ ശരീരത്തിൽ പ്രത്യേകിച്ചും അബ്ഡോമൻ്റെ ഭാഗത്ത് റോസ് സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ലെവലിൽ ഡോക്ടർ നോക്കിയതിന് ശേഷം പറയും വൈഡാൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഏകദേശം 90% പോസിബിലിറ്റിയാണ് പറയുന്നത് ടൈഫോയിഡ് ഫീവറായി മാറാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.